മലബാറിന്റെ ചെറിയ മക്ക പൊന്നാനിയുടെ ചരിത്രം. മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ തീരദേശ നഗരമാണ് പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലുമായി സംഗമിക്കുന്ന ഈ സ്ഥലം നൂറ്റാണ്ടുകളോളം കേരളത്തിന്റെ സാംസ്കാരിക വ്യാപാര രംഗത്തെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. പേരിന്റെ ഉത്ഭവം: സ്വർണത്തിന്റെ പാരമ്പര്യം. പൊന്നാനി എന്ന സ്ഥലപ്പേരിനു പിന്നിൽ ഈ നാടിന്റെ വ്യാപാരസമൃദ്ധിയുടെ ചരിത്രമുണ്ട്. പൊന്നാണയം: പുരാതനകാലം മുതൽക്കേ പൊന്നാനി തുറമുഖം അറബ്, പേർഷ്യൻ വ്യാപാരികളുമായി സജീവമായ ബന്ധം പുലർത്തിയിരുന്നു. ഈ വിദേശ കച്ചവടങ്ങൾക്കായി ഇവിടെ സ്വർണ്ണ നാണയങ്ങൾ, പൊന്നാണയം, വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പൊന്നാണയം എന്ന വാക്കിൽ നിന്നാണ് ഈ തുറമുഖ നഗരത്തിന് പൊന്നാനി എന്ന പേര് ലഭിച്ചത് എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. മറ്റ് വിശ്വാസങ്ങൾ: പൊന്നൻ എന്നു പേരുള്ള ഒരു രാജാവ് ഈ പ്രദേശം ഭരിച്ചിരുന്നുവെന്നും ക്ഷേത്രങ്ങളിൽ സ്വർണ്ണാഭരണം ധരിച്ച ആനയെ പൊന്നാന നടക്കി വെച്ചിരുന്നുവെന്നും പറയുന്ന ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര കച്ചവടത്തിലൂടെ ലഭിച്ച സമ്പത്തിന്റെ സൂചനയായി പൊന്നാണയം എന്നതിനാണ് കൂടുതൽ ചരിത്രപരമായ സാധുത. ചെറിയ മക്ക: ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ കേന്ദ്രം. പൊന്നാനിയെ കേരള മുസ്ലിം ചരിത്രത്തിൽ വേറിട്ടു നിർത്തുന്നത് അതിന്റെ വിദ്യാഭ്യാസ കേന്ദ്രം എന്ന പദവിയാണ്. വിളക്കുതിരിക്കൽ: പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പണി കഴിപ്പിച്ച പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഒരു വലിയ ദർസ്, മതപാഠശാല ആയി വികസിച്ചു. ഇവിടെ മതപഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദദാനമായി പള്ളിയിലെ വിളക്കിന്റെ അടുത്തുള്ള ഇരിപ്പിടം നൽകിയിരുന്നു. ഇത് വിളക്കുതിരിക്കൽ എന്ന പേരിൽ പ്രശസ്തമായി. സാംസ്കാരിക പദവി: 5 നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക നിയമജ്ഞാനത്തിന്റെയും പഠനത്തിന്റെയും കേന്ദ്രമായിരുന്നതിനാൽ പൊന്നാനിയെ ചെറിയ മക്ക എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഈ വിജ്ഞാന പാരമ്പര്യം ഇവിടുത്തെ സാംസ്കാരിക ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായി. രാഷ്ട്രീയ ചരിത്രവും സാമൂതിരിയുടെ ആസ്ഥാനവും. സാമൂതിരിയുടെ ആസ്ഥാനം: കോഴിക്കോട് സാമൂതിരിയുടെ ഭരണത്തിൻ കീഴിൽ പൊന്നാനി ഒരു പ്രധാന തുറമുഖവും സൈനിക കേന്ദ്രവുമായിരുന്നു. സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനമായും ഇവിടം കണക്കാക്കപ്പെട്ടിരുന്നു. പോർച്ചുഗീസ് ആക്രമണം: യൂറോപ്യൻ ശക്തികൾ കേരളത്തിലെത്തിയപ്പോൾ പൊന്നാനി അറബിക്കടലിലെ ഒരു പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നതിനാൽ പോർച്ചുഗീസുകാരുടെ നിരന്തരമായ ആക്രമണത്തിന് ഇരയായി. സാമൂതിരിക്കുവേണ്ടി പോരാടിയ മഖ്ദൂമുമാർ പോർച്ചുഗീസുകാർക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. മൈസൂർ ബ്രിട്ടീഷ് ഭരണത്തിൽ. പിന്നീട് മൈസൂരിലെ ഹൈദരലി മലബാർ പിടിച്ചടക്കിയപ്പോൾ പൊന്നാനി മൈസൂർ രാജ്യത്തിന്റെ ഭാഗമായി. ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ടിപ്പു സുൽത്താൻ റോഡ് പാലക്കാടുമായി പൊന്നാനിയെ ബന്ധിപ്പിച്ചു. പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഈ പ്രദേശം മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായി. ഇങ്ങനെ വ്യാപാരത്തിൽ നിന്ന് ആരംഭിക്കുകയും വിജ്ഞാനകേന്ദ്രമായി വളരുകയും പല ഭരണകൂടങ്ങളുടെ കീഴിലൂടെ കടന്നുപോവുകയും ചെയ്ത സമ്പന്നമായ ഒരു ചരിത്രമാണ് പൊന്നാനിക്കുള്ളത്. ഒരു പൊന്നാനിക്കാരൻ എന്ന നിലയിൽ ഈ മഹത്തായ പൈതൃകം താങ്കൾക്ക് തീർച്ചയായും അഭിമാനിക്കാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക.